നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായിരുന്നു. സിദ്ധാർത്ഥ് ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങളുടെ വിവരവും നടക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇതാ അതിനേക്കാൾ നടക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. മുൻപും ആൾക്കൂട്ട വിചാരണ ഇവിടെ നടന്നു എന്നാണ് ആ വിവരം. കോളേജിലെ 2 വിദ്യാർത്ഥികളെ വിചാരണ നടത്തി മർദ്ദിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. 2019 ബാച്ചിലെ മറ്റൊരു വിദ്യാർത്ഥിയും വിചാരണയ്ക്കിരയായി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. 2021 ബാച്ചിലെ വിദ്യാർത്ഥിയെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയെന്നും ശരീരത്തിലെ മർദ്ദനമേറ്റ പാടുകൾ മായും വരെ ഒരാഴ്ച ഒളിവിൽ പാർപ്പിച്ചുവെന്നും വിവരം പുറത്തുവരുന്നു. വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറി എന്ന കാരണത്താലാണ് 2 സംഭവങ്ങളും ഉണ്ടായത്. സിദ്ധാർത്ഥ് വിചാരണയ്ക്ക് ഇരയായത് മാത്രമാണ് പുറത്തു വന്നത്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നു. ഈ ഒരു സംഭവത്തിൽ, അതായത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ഒരു വിവരവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് വിവരം. എന്തായാലും നേരത്തെയും ഇവിടെ ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ അത് അധികൃതർ തന്നെ നമ്മളോട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയിക്കും. കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള മറ്റൊരു വിദ്യാർത്ഥിക്കെതിരെ വ്യാജ പീഡന പരാതി നൽകി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇത് അധ്യാപകരുടെ സഹായത്തോടെയാണ് എന്നാണ് വിവരം. വിദ്യാർത്ഥി കോടതിയിൽ പോയി പരാതി തെറ്റാണെന്ന് വ്യക്തത വരുത്തിയ ശേഷമായിരുന്നു കോളേജിലേക്ക് തിരിച്ചെത്തിയത്. ഇന്നും ആ വിദ്യാർത്ഥിയെ പ്രത്യേകം ഒരു കസേരയിലാണ് ഇരുത്തുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മറ്റു വിദ്യാർത്ഥികൾ അയാളോട് സംസാരിക്കാറില്ല എന്നും വിവരം പുറത്തു വരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് സത്യാവസ്ഥ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിന്റെ മരണത്തിലെ സംശയങ്ങൾ നീങ്ങുന്നില്ല. സിദ്ധാർത്ഥ് മരിച്ചത് അധികൃതർ അറിയും മുമ്പേ കോളേജിൽ ആംബുലൻസ് എത്തിയതിലും ദുരൂഹത. പോലീസ് സ്റ്റേഷനിൽ നിന്നും മൃതദേഹം കൊണ്ടുപോകാൻ അനുമതി കിട്ടിയെന്നാണ് ഉച്ചയ്ക്ക് 1:30 ആംബുലൻസുകാർ അധികൃതരോട് പറഞ്ഞത്. എന്നാൽ FIR അനുസരിച്ച് വൈകിട്ട് 4:30 മാത്രമാണ് മരണവിവരം സ്റ്റേഷനിൽ കിട്ടുന്നത്. ഫെബ്രുവരി 18 ഉച്ചയ്ക്ക് 12:00-നും 1:45-നും ഇടയിൽ സിദ്ധാർത്ഥ് മരിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പോലീസ് രജിസ്റ്റർ ചെയ്ത FIR അനുസരിച്ച് 18-ന് വൈകിട്ട് 4:29-നാണ് മരണവിവരം വൈത്തിരി സ്റ്റേഷനിൽ അറിയുന്നത്. എന്നാൽ മൃതദേഹം ഇറക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങിയെന്ന് ആംബുലൻസിലെത്തിയവർ അധികൃതരോട് പറഞ്ഞിരുന്നു. പിന്നാലെ 1:30 മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോലീസ് FIR-ൽ മരണവിവരം അറിഞ്ഞത് വൈകിട്ട് 4:29-നാണെങ്കിൽ ആംബുലൻസുകാർ ആരെയാണ് വിളിച്ചതെന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. തുടർച്ചയായുള്ള മർദ്ദനം നേരിട്ട സിദ്ധാർത്ഥൻ വെള്ളവും ആഹാരവും കഴിക്കാതെ പൂർണ്ണ അവശനായിരുന്നു. എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കട്ടിലിൽ മൂടി പുതച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥൻ കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങുമോ? ഈ സംശയമാകാം കൊലപാതകമാണോ എന്ന നിഗമനത്തിലെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.